ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോൾ വെക്കേഷനാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചെറിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുമെന്ന്. അപ്പോൾ നമ്മൾ 2 ടൈപ്പിലുള്ള ബുക്ക് മാർക്കാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ആദ്യത്തെ കണ്ടില്ലേ, ഇനി ഇത് 2ാമത്തെ ടൈപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവന അനുസരിച്ച് ഇതിന് ചെവിയും ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താ നല്ല ഭംഗിയില്ലേ കാണാൻ? ബുക്ക് മാർക്കാണ്. നിങ്ങളെല്ലാവരും വായിക്കണം. വായിക്കാൻ തുടങ്ങിയ കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ വലിയവരുടെ സഹായത്തോടെ വായിക്കണം. അപ്പം നമുക്ക് ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാമല്ലോ. അപ്പം ആദ്യം സ്ക്വയർ ആയിട്ടുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ മടക്കി, നമുക്ക് കട്ട് ചെയ്യേണ്ട സ്ക്വയർ കട്ട് ചെയ്യാൻ അറിയാലോ, കോണോട് കോൺ ഇതുപോലെ മടക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ സെന്ററിലേക്ക് മടക്കുക. 2 സൈഡ് ഇതുപോലെ മടക്കുക. കേട്ടോ, നന്നായിട്ട് മടക്കണം, നന്നായിട്ട് പ്രസ് ചെയ്യണം. ഓക്കെ, ഇപ്പുറത്തെ സൈഡ് ഞാൻ മടക്കിയ കണ്ടല്ലോ, അതുപോലെ മടക്കണം കേട്ടോ. ഇനി എന്താ, ഇത് നിവർത്തുക. ഓക്കെ, ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ആ ഒരു മാർക്ക് കിട്ടിയില്ല. ഇനി നടുക്കത്തെ ഒരു പീസ് എടുത്തിട്ട് ഒരു ഭാഗം മാത്രം എടുത്ത് നമുക്ക് ഇങ്ങനെ താഴേക്ക് വെക്കാം. ഒരു ചെറിയ കുട്ടി ട്രയാങ്കിൾ കിട്ടി. ഇനി ഇത് മുകളിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം മടക്കില്ല, അതുപോലെ മടക്കുക. എന്നിട്ട് ഇതും അതുപോലെ മടക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് അകത്തേക്ക് മടക്കുക. കണ്ടോ, എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇത് സെയിം അതുപോലെ മറ്റേത് അകത്തേക്ക് മടക്കുക. കണ്ടോ, റെഡി ആയില്ലേ? നിങ്ങൾക്ക് ഇതിൽ കണ്ണും മൂക്കും ചെവിയും ഒക്കെ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കേണ്ട കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് നിങ്ങളുടെ എന്താ പറയുക ഐഡിയ അനുസരിച്ചിട്ട് വരയ്ക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ചുമ്മാ ജസ്റ്റ് 2 കണ്ണ് വരയ്ക്കുക. കണ്ടോ, കുഞ്ഞു കൃഷ്ണമണി. ചെറിയൊരു ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിന്റെ കോർണർ വേണമെങ്കിൽ ചെറിയൊരു ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ ഗിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയവർക്ക് നമുക്ക് ഇതുപോലെ ബുക്ക് വായിക്കുന്നവർക്ക് നമുക്കിങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം അല്ലേ? ബോറടിച്ചിരിക്കുകയായിരിക്കും എല്ലാവരും. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? ഇനി ഇതുമ്പോൾ എങ്ങനെയാ വെക്കുക? ഇതുപോലെ കൊടുത്തിട്ട് ഇത് കണ്ടോ ഞാൻ വെച്ചേക്കുന്നത് കണ്ടോ. നമുക്ക് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ നമുക്ക് വെക്കാം. അപ്പം ഞാൻ വായിക്കുന്ന ബുക്കിൽ ഞാൻ ബുക്ക് മാർക്ക് വയ്ക്കാൻ പോവാണ്. ഇതെങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇതുപോലെ വെക്കാം. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് ഒരെണ്ണം റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, എളുപ്പമല്ലേ? എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ. ഓക്കെ, കണ്ടോ, നല്ല ക്യൂട്ടായിട്ട് നിങ്ങളെ വരച്ച് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ഇനി വേണ്ടത് ഇതുപോലെ 1 സെന്റിമീറ്റർ വീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നീളത്തിൽ 2 കളർ സൈസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ 4 വേണം, 2 ഒരേപോലെ വേണം. പിന്നെ ഒരു കത്രിക, പിന്നെ പശ. ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല, സാധാരണ പശയായാലും മതി. പേപ്പർ ഒട്ടിക്കാനാണല്ലേ, സാധാരണ പശയായാലും മതി. അതെ, ഞാൻ ഇതിൻ്റെ 2 അറ്റവും തമ്മിൽ ഇതുപോലെ
ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഒരു സൈഡിൽ പശ തേച്ച് കൊടുക്കാം. കണ്ടോ, ഒട്ടിക്കുക. പേപ്പറും നമുക്ക് പല കളർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് യെല്ലോ ഇലയുണ്ട്, അടുത്ത 2 ഓറഞ്ചാണുള്ളത്. അത് എങ്ങനെയാണ് ഒട്ടിക്കണേന്ന് നോക്കിക്കോളൂ. 2 സൈഡിലും പശ തേക്കുക. അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു സ്ക്വയർ പോലെ മുകളിൽ കിട്ടും. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് 2 സൈഡിലും പശ തേച്ച് കൊടുക്കണം. 1 സെന്റിമീറ്റർ മതി കേട്ടോ. ഇതെടുത്ത് ഇങ്ങനെ വെക്കുക. കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതേപോലെ വെക്കുക. കണ്ടോ, മനസ്സിലായില്ലേ? ഇനി എന്താണ്, ഇനി നമുക്കിത് ഇതെങ്ങനെ മുടിയൊക്കെ പിന്നില്ലേ അതുപോലെ നമുക്കിതുപോലെ സൈഡിലേക്ക് മടക്കാം. കണ്ടോ, 3 കളറ് ഒരു സൈഡിൽ വന്നു. ഇനി ഇപ്പുറത്തെ ഇതുപോലെ മടക്കുക. കണ്ടോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് ഇങ്ങനെ മടക്കി മടക്കി വരിക. എളുപ്പമല്ലേ? കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ചെയ്യാം. ഇനി താഴെ വരെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് തന്നെ നമുക്ക് തുണിയിൽ ചെയ്തിട്ട് റിബണായിട്ട് ഹെയർ ബാൻഡായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. കണ്ടോ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയാൽ മതി. എന്നിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്നായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ ഗ്ലൂ തേച്ച് കൊടുക്കാൻ അതിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് പോവില്ല അത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, വെക്കേഷൻ സമയത്ത് നല്ല ബുക്സ് വായിക്കുക, കുറേശ്ശൊക്കെ കുക്കിംഗ് പഠിക്കുക, പിന്നെ നല്ല നല്ല ബുക്സ് വായിക്കുക. നല്ല കഥകളൊക്കെ ഇപ്പം നെറ്റിലൊക്കെ കിട്ടും, അറിയാമല്ലോ, ഒരുപാട് പേർക്ക് അറിയാമല്ലോ, ഓഡിയോ ബുക്സൊക്കെ കിട്ടും. എപ്പോഴും TV ഒന്നും ആശ്രയിക്കാണ്ട് നിങ്ങൾ അങ്ങനെ സമയം ചെലവഴിക്കുക. പിന്നെന്താണ്, കളിക്കുക, അതിന് സമയം കണ്ടെത്തണം. പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള സബ്ജക്റ്റ് എല്ലാം കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുക. അങ്ങനെ ഒത്തിരി നമുക്ക് ഈ വെക്കേഷൻ വീട്ടിലിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ല വെക്കേഷനാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അപ്പം മടക്കി മടക്കി വന്നത് തീരാറായിട്ടുണ്ട്. നമ്മൾ ഈ വെക്കേഷൻ നമ്മളെ സഹായിക്കുന്ന ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടേതായ രീതിയിൽ നമ്മളെ സഹായിക്കുക. എന്താണ്, വീട്ടിലിരിക്കുക അല്ലേ?
വെക്കേഷനാണ്, അവിടെ പോകാൻ പറ്റിയില്ല, ഇവിടെ പോകാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ നമുക്കുണ്ട് അല്ലേ. അതുകൊണ്ട് ഇവിടെ എൻ്റെ മോനും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ ഈ വെക്കേഷനാണ് നമ്മുടെ ഏറ്റവും നല്ല വെക്കേഷനുകൾ ഒന്നെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അത് നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റും. ബിസി ആയിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ, ഇത് തീരാറായി കണ്ടോ. ഇനി ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കുറച്ച് ഭാഗമേ വരുള്ളൂ. ഈ ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണം. ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തേക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുക. കണ്ടോ, അതിങ്ങനെ പൊങ്ങി നിൽക്കില്ലേ, അത് നമുക്ക് പേപ്പർ ആ ഭാഗം നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം. കണ്ടോ, സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇവിടെ അറിയിക്കണം കേട്ടോ. കണ്ടോ, ഒരു അടിപൊളി ബുക്ക് മാർക്ക് റെഡി ആയില്ലേ. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറയണ്ടേ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അതെല്ലാം നിങ്ങൾ ഡയറിയിലോ നോട്ട്ബുക്കിലോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ ബാക്കി വന്ന ഒരു ഭാഗം കുറച്ചുണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കണ്ടോ. റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിൽ ഇതുപോലെ നമുക്ക് ബുക്ക് മാർക്കായിട്ട് വെക്കാം. അപ്പോൾ എല്ലാ കൊച്ചു കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വലിയവർക്കും ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞാൽ വലിയവർക്കും ചെയ്യാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.